ശ്രീത്തെ കേരളത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അത് ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒന്നായിരിക്കും എന്നാണ് നമുക്ക് ഇനി അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃക്കാക്കര, അതോടൊപ്പം തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അതോടൊപ്പം അങ്ങനെ പല ജില്ലകളിലും പാലക്കാട്, പുതുപ്പള്ളി, അതെ, പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതിൽ 3 മണ്ഡലങ്ങൾ UDF-നോടൊപ്പം നിന്നു, ഒരു മണ്ഡലം ചേലക്കര അത് LDF-നോടൊപ്പം നിന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറാൻ പോവുകയാണ് നിലമ്പൂർ മണ്ഡലം. കാരണം അവിടെ പാരമ്പര്യമായി തന്നെ നിലമ്പൂർ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു. കാരണം മലപ്പുറം ജില്ലയിൽ എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ ആധിപത്യം ഉണ്ടായിരുന്ന കാലത്തും അവിടെയൊന്നും കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന ഒരു മണ്ഡലമാണല്ലോ. കാരണം ആര്യാടൻ മുഹമ്മദ് എല്ലാം വളരെ കാലം അവിടെ ആ മണ്ഡലത്തിന്റെ MLA ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ PV അൻവർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. MLA സ്ഥാനം, കാരണം പണ്ട് അദ്ദേഹം വയനാടിൽ ഉൾപ്പെടെ മത്സരിക്കുകയും അവിടെയെല്ലാം വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വിജയത്തിലേക്ക് എത്തിയത് നിലമ്പൂരിലൂടെയാണ്. പിന്നീട് അത് 2021 നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. ആ കാലത്തെല്ലാം LDF-ന്റെ ഒരു വലിയ പരിവേഷമായിരുന്നു, ഒരു രാജകുമാരായിരുന്നു PV അൻവർ. കാരണം പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായി തങ്ങളുടെ കയ്യിലില്ലാത്തൊരു മണ്ഡലം, നിലമ്പൂർ മണ്ഡലത്തെ സ്വതന്ത്രനായി നിന്ന് തങ്ങളുടെ പക്കൽ എത്തിക്കുകയും പിന്നീട് ഈ കോൺഗ്രസിനെ, കാരണം നിയമസഭയെല്ലാം സമ്മേളിക്കുമ്പോൾ ഈ LDF-ന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള, കാരണം LDF-ന്റെ തന്നെ ഒരു മുഖമായി ഇദ്ദേഹം മാറിയിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ ഉണ്ടല്ലോ, അവരുടെ ഭാഷയിൽ പറഞ്ഞ കമ്മികൾ അല്ലെ, സൈബർ സഹാക്കളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ സൈബർ സഹാക്കൾക്ക് ആരെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ അത് ഏഷ്യാനെറ്റ് ആയാലും മറ്റ് രാഷ്ട്രീയക്കാരായ ആരെതിർത്താലും അദ്ദേഹത്തെ എല്ലാം മറുനാടനായാലും അതിന് ആരെ ഈ സൈബർ സഹാക്കളെ എതിർക്കുമോ പിണറായി എതിർക്കുമോ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം പൂർണ്ണമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് അൻവറായിരുന്നു. പിന്നീട് നാം കണ്ടതാണ് അൻവറിനെ എതിരെ തന്നെ ഈ സഹാക്കൾ തിരിയുന്നത്. കാരണം ചില വിവാദങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് ആദ്യം അദ്ദേഹം ചില ആവശ്യങ്ങളെല്ലാം പിണറായി വിജയന് മുന്നിൽ വയ്ക്കുന്നു, പാർട്ടിക്ക് മുന്നിൽ വയ്ക്കുന്നു. അതൊന്നും നേടിക്കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പിന്നീടാണ് അൻവർ പാർട്ടിക്കെതിരെ തിരിയുന്നത്. ആ പാർട്ടിക്കെതിരെ തിരിഞ്ഞപ്പോഴും പാർട്ടി ഉൾപ്പെടെ തിരിയുന്നു. പാർട്ടി ഉൾപ്പെടെ എന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹം വർഗീയവാദിയാണ്. അദ്ദേഹത്തിന്റെ ചന്തക്കുന്നിലെ യോഗത്തിൽ തടിച്ചുകൂടിയത് SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പാർട്ടി പ്രവർത്തകരാണ്, അതിലെ സജീവ അംഗങ്ങളാണെന്നായിരുന്നു അന്ന് പിണറായിയും ഗോവിന്ദനും അടക്കമുള്ളവർ ഈ സംഭവത്തെ പ്രതിരോധിച്ചത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ഏറ്റവും അവസാനം പാലക്കാടും ചേലക്കരയുമായിരുന്നു. അത് നാം കണ്ടതാണ്. വിവാദങ്ങൾ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. അതിൽ ഒന്നാണ് പാലക്കാട് കോൺഗ്രസ് വിജയിക്കുകയും ചേലക്കര LDF വിജയിക്കുകയും ചെയ്തു. ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, ഇത് LDF-ന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. ആ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് കടന്നു കയറുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്നത് നിലമ്പൂരിൽ അൻവർ മത്സരിക്കുന്നില്ല. അൻവർ എന്തായാലും രാജ്യസഭയിലേക്കാണ് നീങ്ങുന്നത്. അങ്ങനെ അൻവർ മത്സരിക്കാതിരിക്കുമ്പോൾ ആ സീറ്റിൽ ആരാണ് മത്സരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു UDF-ഉം ആയിട്ടൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അൻവർ അത്തരത്തിൽ ഈ തൃണമൂലിനെ പോയി കണ്ടതും ഒക്കെ അത്തരത്തിലാണ്. തീർച്ചയായും അങ്ങനെ ഒരു ധാരണയിൽ എത്തുമ്പോഴും പാർട്ടിക്കുള്ളിൽ മറ്റൊരു വിഷയമുണ്ട്. അവിടെ ആര്യാടൻ ഷൗക്കത്തിന് ആ സീറ്റിൽ മത്സരിക്കണമെന്നുണ്ട്. അത് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അങ്ങനെ PV അൻവർ തങ്ങളുടെ പാളയത്തിലേക്ക് വരികയാണെങ്കിൽ PV അൻവറിന് ഉറപ്പായ സീറ്റ് ലഭിക്കുമല്ലോ. അങ്ങനെ തന്റെ സ്വാധീനം ആ മണ്ഡലത്തിൽ കുറയുമെന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അൻവർ അവിടെ മത്സരിക്കുന്നില്ല. അപ്പോഴും മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് പരിഹസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ PV അൻവർ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയെ മാത്രമായിരിക്കും എന്തായാലും UDF അവിടെ നിർത്തുക. അങ്ങനെ ആവുമ്പോൾ ആരായിരിക്കും ആ വ്യക്തി? അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, സരിനുമായി ബന്ധപ്പെട്ട് സരിന് സീറ്റ് നൽകാത്തതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മറുകണ്ഠം ചാടിയിരുന്നു. അതോടൊപ്പം തന്നെ ഇനി ആര്യാടൻ ഷൗക്കത്തായിരിക്കുമോ LDF-ന്റെ നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിയാകാൻ പോകുന്നതെന്നും സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു വിവാദമായിരിക്കും ഉണ്ടാകുക. കേരള രാഷ്ട്രീയം നാം പാലക്കാട് കണ്ടതിന് സമാനമായ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുകയും ആര്യാടൻ മുഹമ്മദിന്റെ മകൻ, കാരണം കോൺഗ്രസിന്റെ ഷൗക്കത്ത് അങ്ങനെ രാജിയൊന്നും വെച്ചിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷൗക്കത്തിന് അത് കൊടുത്തു. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് അവരവിടെ നടത്തിയിട്ടുള്ളത്. എന്തായാലും UDF-ഉമായിട്ടൊക്കെ അൻവർ ചർച്ച കഴിഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഇനിയിപ്പോൾ UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുക, അത്തരത്തിൽ ആണ് മുസ്ലിം ലീഗ് ഇതിനകത്ത് ഒരു പ്രയത്നം നടത്തിയിട്ടുള്ളത്.
അപ്പോൾ ഷൗക്കത്തിന് കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും LDF-ലേക്കൊന്നും ചേക്കേറാൻ പോകത്തില്ല. അല്ല, അൻവർ അദ്ദേഹത്തിനെതിരാണ്. ഇപ്പോഴും വാർത്താ സമ്മേളനത്തിൽ അൻവറിനെ പരിഹസിക്കുന്ന ഒരു രീതി ഉണ്ടായി. കാരണം അൻവർ UDF-യുമായി ചർച്ച നടത്തിയെന്ന് പറയുമ്പോഴും ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച ആളിന്റെ പേര് ഈ ആര്യാടൻ ഷൗക്കത്താണെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ പി സരിന്റെ കാര്യവും അങ്ങനെയായിരുന്നു. കാരണം പി സരിൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പ്രഖ്യാപിക്കുമ്പോഴും സന്തോഷത്തോടെ അദ്ദേഹം എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്താ സമ്മേളനം കൊണ്ടായിരുന്നു മുഴുവൻ മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുപോലെ ചിലപ്പോൾ അങ്ങനെ വിവാദം ഉണ്ടാകാൻ കാരണം മുൻകാലത്തെ പോലെ കേരള രാഷ്ട്രീയം അവിടെ നിന്നും വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ആശയത്തിന് പ്രാധാന്യമില്ല. കാരണം BJP-യിലുള്ള സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു, കോൺഗ്രസിലുള്ള കരുണാകരന്റെ മകൾ BJP-യിലേക്ക് വരുന്നു, ആന്റണിയുടെ മകൻ. കാരണം ഒരു കാലത്ത് ദേശീയ തലത്തിൽ തന്നെ ആ കേന്ദ്ര മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ രണ്ടാമനായിരുന്ന വ്യക്തിയായിരുന്നു AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോകുന്നു. അങ്ങനെ കൂറുമാറ്റത്തിന്റെ ഒരു കാലമാണ്. ആ കൂറുമാറ്റത്തിന്റെ ഭാഗമായി തന്നെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാലും നമുക്ക് പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ അൻവർ ആഗ്രഹിക്കുന്നത് ആ സീറ്റിൽ ഈ ലീഗിന് താല്പര്യമുള്ള ആരെങ്കിലും മത്സരിക്കണമെന്നാണ്. അങ്ങനെ ലീഗിനും ആര്യാടൻ ഷൗക്കത്തിനോട് താല്പര്യമില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ എന്തായാലും അവിടെ ഇനി പാലക്കാട് കണ്ട വിവാദങ്ങൾ തന്നെയായിരിക്കും നിലമ്പൂരിലും ഉണ്ടാകുക. പക്ഷേ ഈ തുടർച്ചയായി തന്നെ ഈ 5 വർഷങ്ങളിൽ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ കടക്കുമ്പോൾ സ്വന്തം സീറ്റുകൾ ഒരിക്കലും LDF-ന് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. നാം കണ്ടതാണ്, പാലക്കാട് ദയനീയമായി പരാജയപ്പെട്ടപ്പോഴും ചേലക്കരയിലെ വിജയം കൊണ്ടായിരുന്നു ഈ പിണറായി സർക്കാർ തന്നെ ഒരു തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായി. കാരണം പിണറായി തന്നെ പറയുന്നത്, പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. കാരണം ചേലക്കരയിൽ വിജയിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അവർക്ക് ആവർത്തിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് UDF-നായിരിക്കും ഗുണം ചെയ്യുക. UDF-ന് പറയാം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് LDF പരാജയപ്പെട്ടിട്ടുണ്ടെന്ന പ്രചരണവുമായി മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ മറുപക്ഷത്തുള്ള RJD-യും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസും അടക്കമുള്ള മുന്നണികളെയും തങ്ങളുടെ ഭാഗത്ത് എത്തിക്കാനുള്ള ഒരു സുവർണ അവസരമായി മാറും. പക്ഷേ അൻവറിന്റെ എന്തായാലും ലക്ഷ്യം നിഗൂഢമാണ്. അദ്ദേഹം രാജ്യസഭയിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും തൃണമൂൽ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MP സീറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം കേരളത്തിൽ നിന്നും ആ പാർട്ടിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടല്ലോ. അപ്പോൾ ഈ അൻവറിന്റെ സീറ്റിൽ ആര് മത്സരിക്കുമെന്നൊരു ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചത് കേരളത്തിലെ ഒരു MLA എന്ന നിലയിലാണ്. അപ്പോൾ ആ MLA സീറ്റ് എന്തായാലും UDF-ലേക്ക് വച്ചുമാറാൻ അദ്ദേഹം എന്തായാലും ആഗ്രഹിക്കില്ല. ആ സീറ്റിൽ മറ്റാരായിരിക്കും മത്സരിക്കുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും പിണറായിയെ സംബന്ധിച്ചും VD സതീശനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഈ PV അൻവർ രണ്ടുപേരെയും വലിച്ചിട്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകളും ഉണ്ടാകും. എന്തായാലും ആ വിജയിക്കുന്ന ആൾക്ക് എന്തായാലും ലോട്ടറിയാണ്. പാർട്ടിക്ക് ഏത് പാർട്ടിയാണോ വിജയിക്കുന്നത് ആ മുന്നണിക്ക് ലോട്ടറിയാണ്. കാരണം ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരുന്നു, സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ചിലപ്പോൾ ആ ഘട്ടത്തിലായിരിക്കും ഇനി എന്തായാലും ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകണമല്ലോ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചാണ് ബുദ്ധിമുട്ട്. കാരണം ഈ പാലക്കാട് നാം കണ്ടതാണ്, ജനങ്ങളെല്ലാം വലിയ രീതിയിൽ വോട്ട് ചെയ്യാനൊന്നും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ പാലക്കാടും ചേലക്കരയും എല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. ഈ നേതാക്കൾക്ക് തോന്നിയ പടി അവരുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കേരളത്തിന്റെ പൊതുഖജനാവിന് വലിയ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഈ ഭരണക്രമവുമായി ബന്ധപ്പെട്ട് ഒരു ഫയല് പോലും നീക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടാകും. അങ്ങനെ വലിയ പ്രശ്നത്തിലേക്കാണ് ഈ ജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. പാലക്കാട് കണ്ടിരുന്നു, പാലക്കാട് MLA ഈ വടകരയിലേക്ക് പോകുന്നു, ചേലക്കര MLA ആലത്തൂരിലേക്ക് പോകുന്നു. അൻവറിന് തന്റെ രാഷ്ട്രീയ ഭാവി ലക്ഷ്യമിട്ട് അദ്ദേഹവും രാജിവെച്ചിരിക്കുകയാണ്. അങ്ങനെ നിരന്തരം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. എന്തായാലും അൻവറിനെ സംബന്ധിച്ച് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം 2016 അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവിടെ നിലമ്പൂരിൽ വിജയിച്ചത്. 2021 അത് ആവർത്തിച്ചു. അതിനിടയ്ക്ക് ജനങ്ങൾ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുത്തിരുന്നത്. ആ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ച് അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം UDF-ന്റെ കിങ് മേക്കർ ആകുമോ അതോ പിണറായി വിജയനാകുമോ കിങ് മേക്കർ എന്ന് ഇനി ദിവസങ്ങൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചറിയാം.